മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുവാൻ മാത്രം പറ്റിയ രൂപത്തിൽ വളരെ ദുർബലമായി കിടക്കുന്നു എന്നത് നമുക്ക് അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് മലയാള ഭാഷ നേരിടുന്ന ഒരു പ്രശ്നമാണ് എങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ സ്വഭാവവും അത് തന്നെ. 100 കൊല്ലം മുൻപുള്ള അല്ലെങ്കിൽ 25 കൊല്ലം മുൻപുള്ള ഒരു ഇംഗ്ലീഷ് സാഹിത്യം ഇപ്പോൾ വരുന്ന തലമുറക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്പെല്ലിങ്ങുകളാകെ മാറുകയാണ്. ചെറിയ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. നാം ഇംഗ്ലീഷിൽ ഫോട്ടോ എന്ന് എഴുതുമ്പോൾ PHOTO എന്ന് എഴുതുന്ന ഒരു ശൈലിയാണ് 10 കൊല്ലം മുൻപ് ഉണ്ടായിരുന്നത്. അതിന്ന് മാറി ഫോട്ടോ എന്ന് എഴുതാൻ FOTO എന്ന് എഴുതാൻ തുടങ്ങി. ഇതുപോലെ ആയിരക്കണക്കിന് പദങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് സാഹിത്യമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ആകട്ടെ 16 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതേ ഭാഷ, അതേ ശൈലി ഇന്നും അറബ് സാഹിത്യത്തിന്റെ മോഡേൺ ശൈലിയായി തന്നെ നിലകൊള്ളുന്നു. യൂണിവേഴ്സിറ്റികളിൽ ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടി, സാഹിത്യം ലിറ്ററേച്ചർ പഠിപ്പിക്കുവാൻ വേണ്ടി ഇന്നും അറബ് പഠിപ്പിക്കുന്ന ലെക്ചറർമാർ, പ്രൊഫസർമാർ ഉപയോഗപ്പെടുത്തുന്നത് ഖുർആനിലെ പദാവലികൾ തന്നെയാണ്. ഗ്രാമറിനും സാഹിത്യ ഭംഗിക്കും എല്ലാം തന്നെ അവതരിപ്പിക്കുന്നത് ഖുർആനിലെ പദങ്ങളാണ്. അപ്പോൾ 15 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖുർആൻ അവതരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ശൈലി ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നു എന്നത് ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ പ്രസിദ്ധീകരണങ്ങൾക്ക്, വേദഗ്രന്ഥങ്ങൾക്കൊന്നും ഈ പവർ ഇല്ല എന്നത് ആധുനിക സമൂഹത്തിൽ വളരെ അനിവാര്യമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ്. രണ്ടാമതായി, ഖുർആൻ അന്ന് നടത്തിയ ഒരു വെല്ലുവിളി ഇന്നും വളരെ പ്രൗഢമായി നിലനിൽക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഇങ്ങനെ വെല്ലുവിളിക്കാൻ ഒരു വേദഗ്രന്ഥത്തിന് കഴിയണമെങ്കിൽ അതിന്റെ ഭാഷയിലോ ശൈലിയിലോ അതിന്റെ ഉള്ളടക്കത്തിലോ അത് മനുഷ്യന് മുൻപിൽ സമർപ്പിക്കുന്ന ആശയ ഭംഗിയിലോ തുല്യമായ മറ്റൊരു സംവിധാനവും ലോകത്താർക്കും കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ മാത്രമേ ആ വെല്ലുവിളി ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഖുർആന്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ചോദ്യം ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയാത്ത രൂപത്തിൽ ഖുർആന്റെ ഉള്ളടക്കം ഇന്നും ഭദ്രമാണ്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ, അന്തർദേശീയ തലത്തിലുള്ള സർവകലാശാലകളിൽ ഇസ്ലാമിക് ചെയർ എന്ന പേരിൽ പ്രത്യേകം ചെയറുകൾ തന്നെ അവിടെയുള്ള ഭരണാധികാരികൾ അനുവദിക്കുകയും ആ ചെയറുകളിൽ ഗവേഷണ പഠനങ്ങൾക്ക് ജീനിയസുകളായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഖുർആനിനെ വിമർശിക്കുവാൻ തുടക്കത്തിൽ ആവേശം കാണിക്കുന്ന പലരും പിന്നീട് ആ ഖുർആന്റെ വിനീത അനുയായികളായി മാറിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 വർഷക്കാലം ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പഠനം നടത്തിയ മോറിസ് ബുക്കായ്, അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠനം നടത്തിയ ആ ശാസ്ത്രജ്ഞൻ ഖുർആന്റെ നിലപാടുകൾ വീണ്ടും വീണ്ടും പഠനത്തിന് വിധേയമാക്കുകയും അവസാനം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ഖുർആൻ, ബൈബിൾ ആൻഡ് സയൻസ് എന്ന തന്റെ കൃതിയിൽ ഖുർആനിലെ ശാസ്ത്ര പരാമർശങ്ങൾ ഓരോന്നായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു എന്നത് നാം കാണേണ്ട മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ വേദഗ്രന്ഥം അത് മുസ്ലിമീങ്ങൾക്ക് അഭിമാനകരമായി ഉയർത്തിപ്പിടിക്കാവുന്ന അവരുടെ പ്രമാണമാണ്.
മുസ്ലിമീങ്ങളുടെ പ്രമാണമെന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് അപ്രാപ്യമാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഖുർആൻ, ഇസ്ലാം അത് എല്ലാ മതവിഭാഗത്തിനും വേണ്ടി പ്രപഞ്ചത്തിന്റെ കർത്താവായ പടച്ചവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്. മാത്രവുമല്ല, ഈ ഗ്രന്ഥം ഏതൊരു പ്രവാചകന് അവതരിച്ചു കിട്ടിയോ, സയ്യിദുൽ ബശർ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി അറേബ്യയിൽ വരുന്ന കാലത്ത് ആ ആദ്യത്തെ വചനം നബിയിൽ നിന്ന് കേൾക്കുമ്പോൾ അന്ന് മുസ്ലിമീങ്ങൾ ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് മറ്റ് മതവിഭാഗക്കാരാണ്, പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിനു മുൻപിൽ ഖുർആൻ അവതരിച്ചപ്പോൾ പൊതുസമൂഹത്തിലുള്ള ആളുകളാണ് ഖുർആനെ വിശ്വസിച്ച് അവർ തങ്ങൾ മുസ്ലിംകളാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു വന്നു. അപ്പോൾ ഖുർആൻ വിഭാവനം ചെയ്യുന്നത്, ഖുർആൻ ഉദ്ദേശിക്കുന്ന ജനസമൂഹം മുസ്ലിംകൾ മാത്രമല്ല, ഏതെല്ലാം മനുഷ്യർ ഭൂമിയിലുണ്ടോ അവരെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ്, പ്രമേയങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്, തത്വങ്ങളാണ് ഖുർആൻ മുന്നിൽ വെക്കുന്നത്. ഖുർആന്റെ പ്രമേയം മുസ്ലിമീങ്ങളല്ല. ഖുർആനിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ഖുർആനിലുള്ളത് മുസ്ലിമീങ്ങളെ പറ്റിയുള്ള പഠനമല്ല. ഖുർആനിലുള്ള പഠനം ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ മനുഷ്യനെ പറ്റിയുള്ള ചർച്ചയാണ് ഖുർആൻ പറയുന്നത്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നൂറ്റാണ്ടുകൾ ഏതാവട്ടെ, കാലഘട്ടം ഏതാവട്ടെ, ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഏതെല്ലാം നാടുകളിൽ ആരൊക്കെ വരികയും പോവുകയും ചെയ്യട്ടെ, ആ സമയത്തെല്ലാം മനുഷ്യനാണല്ലോ. മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന്റെ ധർമ്മം എന്തായിരിക്കണം, അവന്റെ കർമ്മം എന്തായിരിക്കണം, അവന്റെ സ്വഭാവം എന്തായിരിക്കണം, അവന്റെ പ്ലാൻ എന്തായിരിക്കണം, അവന്റെ പദ്ധതി എന്തായിരിക്കണം, അതാണ് ഖുർആന്റെ ചർച്ച. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു വേദഗ്രന്ഥം ഇവിടെ കടന്നു വന്നപ്പോൾ